ഹായ്, അബിലിറ്റി ഡിസൈൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് PLP ബണ്ടിലുകൾ പിക്സൽ ലാബിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ പ്രൊജക്റ്റ് സേവ് ചെയ്യണം. അപ്പോൾ മേലെ പ്ലസ് ഐക്കൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫയൽ കാണും. അതെന്ത് ചെയ്യാൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ സേവ് പ്രൊജക്റ്റ് എന്ന് ഉണ്ടാവും. അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ നെയിം ഒന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫയലിൽ പ്രസൻസ് വരുള്ളൂ. ഇതിനാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഞാൻ കൊണ്ടുവന്ന ഒരു PLP ബണ്ടിൽ നിങ്ങൾക്ക് കാണാം. ഇതുപോലത്തെ ഒരു PLP ബണ്ടിലാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് കൊണ്ടുവന്ന പോലെ തന്നെ ഞാനത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ പിക്സൽ ലാബിൽ നിന്ന് ബാക്ക് അടിക്കുക. അതിൽ നമ്മൾ ZRStudio എന്നൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ആപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് കൊണ്ട് ഡൗൺലോഡ്സിലുണ്ടാകും. അതിൽ ടെലഗ്രാം എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ടെലഗ്രാം എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തതൊക്കെ നമുക്ക് അതിൽ കാണാം. അസ്മാഹുൽ ബദർ മജ്ലിസ് .plp ആണ് നമ്മൾ ചെയ്തത്. നമുക്ക് എക്സ്ട്രാക്ട് ആർച്ചിവ് നെയിം ഞെക്കിയാൽ നമുക്കൊന്ന് ആ ഫയൽ എക്സ്ട്രാക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ മേലൊരു ഫയൽ വന്നിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഫയലുള്ളത്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിക്സൽ ലാബ് എന്ന ഒരു ഫയൽ ഇതിൽ കാണാം. പിക്സൽ ലാബ് എന്ന ആ ഒരു ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രസൻസ് എന്ന് നമുക്ക് ഇവിടെ കാണാം. പ്രസൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രസൻസ് വരണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ PLP ഇവിടെ സേവ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ ചെയ്ത PLP. ഈ PLP നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് വേറെ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ചെയ്ത ഒരു വർക്ക്. അപ്പോൾ ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഗ്രീൻ കളറിലുള്ളത് ഒരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ അസ്മാഉൽ ബദർ മജ്ലിസ് എന്നിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പിക്സൽ ലാബിലേക്ക് തന്നെ കയറുകയാണ്. പിക്സൽ ലാബിൽ കയറിയാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസാണ് വരിക സാധാരണ. ഇനി മൈ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ കയറ്റിയ അസ്മാഉൽ ബദർ മജ്ലിസ് ഇതെല്ലാം PLP ബണ്ടിലാണ്, അല്ലാതെ ഒരു ഫ്രെയിമായി കൊണ്ടുവന്ന് വെച്ചതല്ല. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് മുമ്പ് ഈ PLP ബണ്ടിലുകൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലാത്ത ടെലഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതായ PLP ബണ്ടിലായിരിക്കാം ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ കയ്യിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി